دوما أصحو قبل الشمس بيدي قلمي أكتب درسي أشكر ربي كل صباح فرعايته سر نجاحي دوما أصحو قبل الشمس بيدي قلمي أكتب درسي. السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار والعزيز الجبار مكبر الليل والنهار تبصرة لأولي القلوب والأبصار، والصلاة والسلام على النبي المصطفى المختار وعلى آله وصحبه الأبرار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെയും ഇതര പ്രസ്ഥാനങ്ങളിലെയും നല്ലവരായ പ്രവർത്തകരെ, നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, ആഴ്ചതോറും നമ്മുടെ അൽമനാറിൽ വെച്ച് നടക്കാറുള്ള ക്ലാസ്സിന് സാധാരണ വരുന്ന ആളുകളുടെ കുറവ് നികത്താനായി സമതുക്ക എന്നെ ക്ഷണിച്ചപ്പോൾ ക്ഷണം പെട്ടെന്ന് സ്വീകരിക്കുകയാണുണ്ടായത്. കാരണം എപ്പോൾ ക്ഷണിക്കുമ്പോഴും എന്തോന്നറിയില്ല, എനിക്കൊരു ജലദോഷവും ചുമയും കഫക്കെട്ടൊക്കെ കൂടെ വരാറുണ്ട്. ഇത്തവണയും ഞാൻ അതിൽ നിന്ന് മുക്തനല്ല. ഏതായിരുന്നാലും ഇതൊരു ചെറിയ ക്ലാസ്സാണ്, നിങ്ങൾ എന്തായാലും ഇടങ്ങാറാകേണ്ടി വരില്ല എന്ന് പറഞ്ഞൊരു ധൈര്യം തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നത് നല്ലതാണ് എന്ന് എൻ്റെ ആരോഗ്യസ്ഥിതി പരിതാപകരമായതിൻ്റെ പേരിൽ എനിക്ക് തോന്നുന്നു. ഏതായിരുന്നാലും ഒരു വമ്പൻ പ്രസംഗം ഇവിടെ നടക്കും എന്ന് നിങ്ങൾ ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് പറ്റിയ സാഹചര്യമില്ല, അതിനുള്ള കോപ്പും എൻ്റെ കയ്യിലില്ല. രാവിലെ മുതലേ ഞാൻ ചിന്തിക്കുന്നുണ്ട്, എന്താപ്പെന്ന് അൽമനാറിൽ കാര്യമായിട്ട് ക്ലാസ്സിന് കൂടിയിരിക്കുന്ന മനുഷ്യന്മാരോട് പറയാം. അതും വിചാരിച്ച് ബസ്സിൽ കയറിയപ്പോഴാണ്, സ്കൂൾ ബസ്സിൽ കയറിയപ്പോഴാണ് ഒരു ടീച്ചർ ഒരു വമ്പൻ വെടി ഇറക്കിയത്. കോട്ടയത്ത് ഭൂകമ്പമുണ്ടായ വിവരം അറിഞ്ഞോ എന്ന് ചോദിച്ചു. തൽക്കാലം ഒന്ന് ഞെട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചർ അങ്ങ് ചിരിച്ചു. വേറെ ടീച്ചേഴ്സും ഉണ്ട് ആ കൂട്ടത്തിൽ. അപ്പോഴാണ് ഇന്ന് ഏപ്രിൽ ഫസ്റ്റാന്ന് എനിക്ക് മനസ്സിലായത്. ഏപ്രിൽ ഫസ്റ്റിന് ഏത് കളവും ഹലാലാണല്ലോ. പ്രധാനമന്ത്രിനെ പറ്റിക്ക, എന്ത് പച്ച പൊള്ളും പറയാ. കുറച്ച് മുമ്പൊക്കെ ആളുകൾ നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു ഇത്തരം സംഗതികളിലൊക്കെ. ബാർബർ ഷാപ്പിൻ്റെ ബോർഡ് എടുത്തിട്ട് ഹോട്ടലിൻ്റെ മുന്നിൽ കൊണ്ടേക്ക്, ഹോട്ടലിൻ്റെ ബോർഡ് എടുത്തിട്ട് ഇതേമാതിരി ബാർബർ ഷാപ്പിൻ്റെ ബോർഡാക്കി മാറ്റും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു വലിയ തമാശയും ഒരു ഹലാലായ സംഗതിയായിട്ട് ഗണിക്കുന്ന ഒരവസ്ഥ ഇസ്ലാഹി പ്രവർത്തകർക്കിടയിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായിരുന്നാലും എനിക്കതോടുകൂടി വിഷയം കിട്ടി. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഒരു സത്യവിശ്വാസി വളരെ പ്രാധാന്യപൂർവം കാത്തു സൂക്ഷിക്കേണ്ട സത്യസന്ധത, വിശ്വസ്തത എന്നീ ഗുണങ്ങൾ കളവ്
പറയുന്നതിനെ അങ്ങേയറ്റം ഭയപ്പെടുന്ന ഒരവസ്ഥ. ഇത് വിശ്വാസികളെ ബോധവൽക്കരിക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നി. എൻ്റെ വിഷയം അതോടുകൂടി ശരിയായി വന്നു. ഒരു പുതുമയുള്ള വിഷയമേ അല്ല, പക്ഷേ പഴക്കം കൊണ്ട് പുതുമ നഷ്ടപ്പെട്ടു എന്നതൊഴിച്ചാൽ പ്രാവർത്തിക രംഗത്ത് എന്നും പുതുമയോടെ നിൽക്കേണ്ട ഒരു വിഷയമാണ് സത്യസന്ധത എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നിപ്പോ കളവ് പറയുന്ന രൂപവും ശൈലിയും ഒക്കെ മാറിയിട്ടുണ്ട്. അത് കലയുടെ പേരിൽ, സാഹിത്യത്തിന്റെ പേരിൽ മീഡിയകൾ കളവ് പറയുന്ന രംഗത്ത് മാത്സര്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ഊഹാപോഹം കിട്ടിയാൽ മതി. അങ്ങനെ ചില ഭക്തികൾ തന്നെ ഉണ്ട്, കണ്ടതും കേട്ടതും. അതിന് ഹക്കാണോ ബാത്തിലാണോ നോക്കണ്ടില്ല, കേട്ടതല്ലേ. കണ്ടത് എങ്ങനെ ഇവൻ വ്യാഖ്യാനിക്കണമെന്ന് ഇവനങ്ങ് തീരുമാനിക്കുകയാണ്. എന്നിട്ട് അതിന് പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് അത് സമർത്ഥിക്കാനുള്ള വ്യഗ്രത. എന്തുമാത്രം ഭീമമായ അബദ്ധങ്ങളും ദാരുണമായ അന്ത്യങ്ങളും ഇതിന്റെ പേരിൽ സംഭവിക്കുന്നു. ഒരു മൊബൈൽ ഫോൺ മതി, ആ ഫോണ് ചെയ്യുന്ന ആൾ ഇവനെന്നെ ആയാലും മതി. അതല്ലെങ്കിൽ സംശയപരമായ സാഹചര്യത്തിൽ എന്ന ഒരു തലക്കെട്ടാണ് കൊടുത്താൽ മതി. ബാക്കി ഈ ജനങ്ങൾ ഏറ്റെടുത്തോളൂ. അത് ജനങ്ങൾ ഉറപ്പിക്കൂ. സംശയത്തിന് പിന്നെ ഇടം കൊടുക്കൂല. എങ്ങനെ സംശയം, അങ്ങനെ സംശയിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പിന്നെ ജനങ്ങൾ തീരുമാനിച്ചത് അങ്ങനെ തന്നെ. പിന്നെ അതിനനുസരിച്ചായി ഒരു വാർത്ത, കള്ള വാർത്ത മെനഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയായി. നാണവും മാനവുമുള്ള മനുഷ്യനെ സമൂഹത്തിൽ ഇകഴ്ത്താൻ ഇതുവഴി ആളുകൾ വെമ്പൽ കൊള്ളുന്നു. പത്രപ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായി ഇന്ന് ഈ വ്യർത്ഥ വാർത്തകൾ പർവ്വതീകരിച്ച് നൽകുന്ന അവസ്ഥ വന്നിരിക്കുന്നു. വിശ്വാസികൾ എന്ന നിലക്ക് ജാഗ്രത പാലിക്കേണ്ട ഒരു വിഷയം. എപ്പോഴും വിശ്വാസികൾക്ക് കൂട്ട് ഹക്കാകണം. അതാണ് വിശ്വാസികളുടെ കരുത്ത്. അതാണ് വിശ്വാസികളുടെ സമൂഹത്തെ അവിശ്വാസികളുടെ സമൂഹത്തിൽ നിന്ന് വേർതിരിക്കുന്ന സുപ്രധാനമായ ഘടകം. നാം പറയുന്ന, നമുക്ക് പറയുന്ന പേരെന്താണ്? ഈമാൻ, മുഅ്മിൻ എന്നൊക്കെ പറഞ്ഞാൽ സത്യവിശ്വാസവും സത്യവിശ്വാസിയുമാണത്. നമ്മൾ സത്യത്തിലാണ് വിശ്വസിക്കുന്നത്, സത്യത്തിലാണ് വിശ്വസിക്കേണ്ടത്. ഏകനായ റബ്ബിൽ വിശ്വസിക്കുന്നു എന്നത് തന്നെ പരമമായ സത്യമാണ്. ശുദ്ധ ഖുർആൻ അങ്ങനെയാണല്ലോ പരിചയപ്പെടുത്തിയത്. ذَلِكَ بِأَنَّ اللَّهَ هُوَ الْحَقُّ وَأَنَّ مَا يَدْعُونَ مِن دُونِهِ الْبَاطِلُ وَأَنَّ اللَّهَ هُوَ الْعَلِيُّ الْكَبِيرُ. എന്തുകൊണ്ടെന്നാൽ ذَلِكَ بِأَنَّ اللَّهَ هُوَ الْحَقُّ, തീർച്ചയായും അല്ലാഹു അവൻ പരമമായ സത്യമാണ്. وَأَنَّ مَا يَدْعُونَ مِن دُونِهِ الْبَاطِلُ, അല്ലാഹുവിനെ കൂടാതെ ആരൊക്കെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ അതെല്ലാം നിരർത്ഥകമാണ്, വ്യർത്ഥമാണ്, വ്യാജമാണ്, ബാത്തിലാണ്. وَأَنَّ اللَّهَ هُوَ الْعَلِيُّ الْكَبِيرُ, തീർച്ചയായും സർവശക്തനായ അല്ലാഹു അത്യുന്നതനാണ്. അവൻ എല്ലാവിധ ഔന്നിത്യത്തിന്റെയും ഉടമയാണ്, അങ്ങേയറ്റം വലിയവനാണ്. ഇതൊരു വിശ്വാസി ഉറച്ചു വിശ്വസിക്കുന്നു. മറ്റെന്ത് പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്ന ആ ഉത്തമ ബോധ്യം വിശ്വാസിക്ക് കിട്ടാൻ അള്ളാഹുവിനെ ഈ രൂപത്തിൽ വിശ്വസിക്കുമ്പോഴേ ഒരു സത്യവിശ്വാസിക്ക് സാധിക്കൂ. പ്രയാസപൂർണമായ ഒരു രംഗത്ത് വിശ്വാസികൾ ആ ഖുർആനും കൊണ്ട്, ആ പ്രവാചകനിൽ വിശ്വസിച്ച്,
ആ അള്ളാഹുവിൻ്റെ രക്ഷയിൽ പ്രതീക്ഷയർപ്പിച്ച് ശിക്ഷയെ ഭയന്നുകൊണ്ട് ആ സത്യത്തിൽ അടിയുറച്ചു നിന്നു. വിശുദ്ധ ഖുർആൻ അത് വളരെ ഭംഗിയായി ചിത്രീകരിച്ചിട്ടുണ്ട്. وَإِذَا سَمِعُوا مَا أُنزِلَ إِلَى الرَّسُولِ تَرَى أَعْيُنَهُمْ تَفِيضُ مِنَ الدَّمْعِ مِمَّا عَرَفُوا مِنَ الْحَقِّ يَقُولُونَ رَبَّنَا آمَنَّا فَاكْتُبْنَا مَعَ الشَّاهِدِينَ وَمَا لَنَا لَا نُؤْمِنُ بِاللَّهِ وَمَا جَاءَنَا مِنَ الْحَقِّ وَنَطْمَعُ أَن يُدْخِلَنَا رَبُّنَا مَعَ الْقَوْمِ الصَّالِحِينَ وَإِذَا سَمِعُوا مَا أُنزِلَ إِلَى الرَّسُولِ تَرَى أَعْيُنَهُمْ تَفِيضُ مِنَ الدَّمْعِ مِمَّا عَرَفُوا مِنَ الْحَقِّ. ദൈവദൂതനിൽ നിന്ന് ഖുർആൻ അവതരിക്കുന്നത് വിശ്വാസികൾ കേട്ടുകഴിഞ്ഞാൽ തറാ അഅ്യുനഹും തഫീളു മിനദ്ദം, അവരുടെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞൊലിക്കുന്നത് നിനക്ക് കാണാൻ പറ്റും. മിമ്മാ അറഫൂ മിനൽ ഹഖ്, ഞങ്ങൾ ഈ കേൾക്കുന്നതെല്ലാം സത്യമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് കാരണമത്രേ അത്. യഖൂലൂന റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ്ശാഹിദീൻ, അവർ പ്രാർത്ഥിക്കും റബ്ബനാ ആമന്നാ, പടച്ച തമ്പുരാനെ ഞങ്ങളിതാ വിശ്വാസമർപ്പിച്ചിരിക്കുന്നു, ഞങ്ങൾ ഈ സത്യത്തിൽ വിശ്വസിച്ച വിശ്വാസികളാണ് നാഥ. ഫക്തുബ്നാ മഅശ്ശാഹിദീൻ, ഈ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന സത്യവിശ്വാസികളുടെ ഗണത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. വമാ ലനാ ലാ നുഅ്മിനു ബില്ലാഹ്, ആ വിശ്വാസികളുടെ പ്രതികരണം നോക്കൂ. വമാ ലനാ ലാ നുഅ്മിനു ബില്ലാഹ്, ഞങ്ങൾ എന്തിനു അല്ലാഹുവിൽ വിശ്വസിക്കാതിരിക്കണം. വമാ ജാഅനാ മിനൽ ഹഖ്, ഞങ്ങൾക്ക് അവതരിച്ചു കിട്ടിയ ഈ സത്യത്തിലും ഞങ്ങൾ എന്തിനു വിശ്വസിക്കാതിരിക്കണം. വനത്മഉ അൻ യുദ്ഖിലനാ റബ്ബുനാ മഅൽ ഖൗമി സ്സാലിഹീൻ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹം എന്താണ്? സദ്വൃത്തരായ ജനങ്ങളോടൊപ്പം ഞങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള സാധ്യതയാണ്. ആ ഒരു ആഗ്രഹം മാത്രമാണ് ഞങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് തമ്പുരാനെ സത്യത്തിന് സാക്ഷ്യം വഹിച്ച സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ എന്നവർ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ, സത്യപ്രബോധനം കേൾക്കുമ്പോൾ സത്യവിശ്വാസിയുടെ ശരിയായ നിലപാടെന്തായിരിക്കണമെന്ന് ഖുർആൻ വ്യക്തമാക്കുകയാണ്. ക്ലാസിന്റെ ആദ്യത്തിൽ ഞാൻ ഓതിക്കേൾപ്പിച്ച ആയത്ത് സൂറത്തു തൗബയിലെ ഒരു വചനമാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വകൂനൂ മഅസ്സാദിഖീൻ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ പടച്ച തമ്പുരാനെ ഭയപ്പെട്ട് ജീവിക്കണം, ധർമ്മനിഷ്ഠയോടെ ജീവിക്കുക. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ എപ്പോഴും സത്യസന്ധരുടെ കൂടെയാകാൻ ശ്രമിക്കുക. ഇക്കാലത്ത് ഏറെ പ്രസക്തമായ ഒരു സന്ദേശമാണ് ഖുർആൻ വിശ്വാസികളുടെ സമൂഹത്തിന് നൽകുന്നത്. ഈ ആയത്ത് അവതരിക്കുന്നത് നാം മനസ്സിലാക്കിയ പോലെ തബൂക്ക് യുദ്ധം നടക്കുമ്പോൾ 3000-ഓളം വരുന്ന സ്വഹാബികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1000-ലധികം കിലോമീറ്റർ നടന്നു നീങ്ങുകയാണ്. ഓഗസ്റ്റ് മാസത്തിലെ കൊടും ചൂടിലായിരുന്നു ആ യാത്ര. ചില മുനാഫിക്കുകളായ ആളുകൾ ചില ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് മാറി നിന്നു. നബി വന്നപ്പോൾ തന്നെ നബിനെ പോയി കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് പറഞ്ഞു, ഒരു നിവൃത്തി ഉണ്ടായില്ല, വരാൻ നല്ല പൂതി ഉണ്ടായില്ല, ഇനിയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴികഴിവ് അറിഞ്ഞിട്ട് അവരങ്ങ് മാറി നിന്നു. ഉള്ളു ചുഴ്ന്നെടുക്കൽ നബിൻ്റെ എന്തല്ല ജോലിയല്ല. നമുക്കാണെങ്കിൽ ഉള്ളു ചൂന്നെടുക്കാഞ്ഞാൽ വല്ലാത്തൊരു വിഷമമാണ്. വന്നവനൊക്കെ നമ്മൾ പിന്നെ അരിച്ച് പെറുക്കിയിട്ട് നമ്മളിങ്ങനെ ഇത് ഒരു അനലൈസിസ് നടത്തും. ഓൻ ആരാണ്, എന്താ ഇപ്പോൾ ഓൻ്റെ കോല, എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓനെ 100% നമുക്ക് കണ്ട് തൃപ്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അത് ഓനും പഠിച്ചോനായിട്ട് ആയിക്കോട്ടെ എന്നാണ് പറയാൻ നമ്മളെ തടി സമ്മതിക്കില്ല. എന്താ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഓനാണ് ഒന്നുകൊണ്ട് ലെവലാക്കിയിട്ടേ വിടുള്ളൂ. എന്നാൽ നബി പോലും അത് ചെയ്തില്ല. നബി ആവട്ടെ. പക്ഷേ 3 സ്വഹാബികൾ എന്ത് ചെയ്തില്ല? കളവ് പറഞ്ഞില്ല. അതിൻ്റെ കളവ് പറയാതെ സത്യം പറയണമെന്ന് തീരുമാനിച്ച വ്യക്തിയായിരുന്നു കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ പിറ്റേന്ന് പോകാം, എന്നാലും അവരൊപ്പത്താന്ന് വിചാരിച്ച്. അന്നും പോകാൻ കഴിഞ്ഞില്ല. പിന്നെ മുപ്പര് വിചാരിച്ചു പിറ്റേന്നാകാം, അതിൻ്റെ പിറ്റേന്ന് പോകാമെന്ന് വിചാരിച്ച്. 2 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതിപ്പോൾ പിടുത്തം വിട്ടിട്ടുണ്ടാവും, ഇനി എന്തായാലും എത്താൻ പറ്റൂല എന്ന്. ആ വിഷമത്തിൽ അദ്ദേഹം അങ്ങനെ കഴിഞ്ഞുകൂടി. തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ചിലരൊക്കെ കളവ് പറഞ്ഞിട്ട് കഴിച്ചിലായി. പക്ഷേ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നേർക്ക് നേരെ ചെന്നിട്ട് സത്യം പറഞ്ഞു. നബിയെ വരാൻ ആദ്യം ആഗ്രഹിച്ചു, പക്ഷേ പിന്നെ എനിക്ക് കഴിഞ്ഞില്ല. ഉദുറൊന്നുമില്ല, പറയത്തക്ക ഉദുറൊന്നുമില്ല. മറ്റവരൊക്കെ പറഞ്ഞ് കളവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട ഉടനെ പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞത് സത്യമാണ്. പ്രവാചകൻ പുഞ്ചിരിച്ചിട്ട് ചോദിച്ചു എന്തേ കൂടെ പോരാതിരിക്കാൻ കാരണമെന്ന്. പ്രവാചകൻ ചിരിച്ചെങ്കിലും അല്പം കോപത്തോടെയാണ് ചിരിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ മുഖത്ത് നോക്കിയപ്പോൾ അത് പിടുത്തം കിട്ടി. കാരണം കൂടെ പോയിട്ടില്ലല്ലോ, വിശ്വാസികളുടെ കൂട്ടത്തിൽ മാറി നിന്നല്ലോ. അതുകൊണ്ട് ഏതായിരുന്നാലും അവിടെ നിന്നങ്ങോട്ട് നീണ്ട കഥയാണ്, പലർക്കും അറിയാവുന്ന സംഭവമാണ്. 50 ദിവസത്തോളം വിശ്വാസികളിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും തന്നോട് നേർക്ക് നേരെ സംസാരിക്കാതിരിക്കുകയും ചെയ്ത ഒരു സമയം, ഒരു അവസ്ഥ. ലോകത്ത് ബിഹിമുൽ അർളു ബിമാ റഹബത്ത്, പ്രവിശാലമായ ഭൂമിയൊക്കെയും തങ്ങൾക്ക് വളരെ ഇടുങ്ങിയതായി തോന്നുന്ന ഒരു വല്ലാത്ത അവസ്ഥ. സത്യം മുറുകെ പിടിക്കാനും ആ സത്യത്തിൽ അടിയുറച്ചു നിൽക്കാനും എന്നെ നീ തുണക്കേണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദിനരാത്രങ്ങൾ. 50-ാമത്തെ ദിവസത്തിലാണ് വഹി ഇറങ്ങുന്നത്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിയോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹം പിന്നീട് ഒരിക്കലും കളവ് പറയില്ല എന്ന് അവിടെ വെച്ച് ശപഥം ചെയ്യുകയാണ്. ആ സത്യസന്ധതയല്ലാതെ എന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ല എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ വിഷയത്തിലാണ് അവതരിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ പടച്ചോനെ പേടിക്കുക, ധർമ്മനിഷ്ഠയുള്ളവരാവുക, വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരുടെ കൂട്ടത്തിലാവുകയും ചെയ്യുക. ഇതാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്ത് അവതരിക്കാനുള്ള പശ്ചാത്തലം. പ്രവാചക പുങ്കവന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, അവരൊക്കെ സത്യത്തിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നവരാണ്. ആദർശ പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ സൂറത്തു മറിയമിൽ അള്ളാഹു പറഞ്ഞു ഉദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം, ഗ്രന്ഥത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് സ്മരിക്കുക. ഇന്നഹു കാന സുദ്ദീഖൻ നബിയ്യ, സത്യസന്ധനായ ഒരു പ്രവാചക ശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം. ഇതേ പ്രയോഗം ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുണ്ട്. ഉദ്കുർ ഫിൽ കിതാബി ഇദ്രീസ് ഇന്നഹു കാന സുദ്ദീഖൻ നബിയ്യ. ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഗ്രന്ഥത്തിൽ പറഞ്ഞ സംഗതി സ്മരിക്കുക. അദ്ദേഹവും സത്യസന്ധനായ ഒരു പ്രവാചകനായിരുന്നു. അദ്ദേഹം മാത്രമല്ല, എല്ലാ പ്രവാചക ശ്രേഷ്ഠന്മാരും സത്യം മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് ഉത്കടമായി ആഗ്രഹിച്ചവരായിരുന്നു. സ്വഹാബി വര്യന്മാരുടെ ധൈര്യത്തിന്റെ സ്രോതസ് അതായിരുന്നു. നമുക്ക് പലപ്പോഴും ധൈര്യം ചോർന്നു പോകാനുള്ള കാരണം അതുതന്നെയാണ്. അങ്ങനെ ഉറച്ച് ഒരേ പിടിവാശിയിലാണ് പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത്രമാത്രം സത്യത്തിന്റെ പിൻബലം പലപ്പോഴും നമുക്കില്ല എന്ന് വരുമ്പോൾ അത് പറയാൻ നമുക്കൊരു പേടി. നമുക്കറിയാമല്ലോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. എല്ലാവരും ദാറുൽ അർഖമിൽ രഹസ്യമായി നിൽക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു കയറി ചെന്നു. എന്നിട്ടൊരു ചോദ്യം, യാ റസൂലല്ലാഹ് അലസ്നാ അലൽ ഹഖ്, ദൈവദൂതരെ നാം ഹക്കന്റെ മാർഗത്തിലല്ലേ നിലകൊള്ളുന്നത്? ഇൻ മിത്നാ വഇൻ ഹയീന, ജീവിച്ചാലും മരിച്ചാലും നമ്മൾ ഹക്കിന്റെ മാർഗത്തിലല്ലേ? ഖാല ബല വല്ലദീ
നഫ്സി ബിയദിഹി ഇന്നകും അലൽ ഹഖ് ഇൻ മിത്തും വഇൻ ഹീതും. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. നിങ്ങൾ മരിച്ചാലും നിങ്ങൾ ജീവിച്ചിരുന്നാലും അത് ഹക്കന്റെ മാർഗത്തിലാണ്, സംശയമില്ല. ഖാൽ ദൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുൽതു ഫഫീമൽ ഇഖ്തിഫാ, എങ്കിൽ പിന്നെ എന്തിന് നമ്മൾ ഇങ്ങനെ ഒളിഞ്ഞിരിക്കണം റസൂലേ? വല്ലദീ ബഅസക അലൽ ഹഖ്, ഹഖുമായി, കണ്ടോ, സത്യവുമായിട്ടാണ് ബന്ധം. സത്യവുമായി താങ്കളെ പറഞ്ഞയച്ച നിയോഗിച്ച ആ പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. ലനഖ്റുജന്ന, ഞങ്ങൾ പുറത്തേക്കിറങ്ങും. എന്തിനായി പേടിച്ചിങ്ങനെ ഒളിഞ്ഞു തിരിക്കണ ഇവിടെ വിശ്വാസികളാന്നും പറഞ്ഞിട്ട്? ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക തന്നെ ചെയ്യും. അദ്ദേഹം പ്രഖ്യാപിച്ചു. ഫഅഖ്റജ്നാ ഫി സ്വഫൈൻ, നബിയുടെ പെർമിഷൻ കിട്ടി, 2 സ്വഫായിട്ടതാ ആ വിശ്വാസികളുടെ നിര പുറത്തോട്ട്. ഹംസ ഫി ഇഹ്ദാഹുമാ വ അന ഫിൽ ആഖർ, ഒരു നിരയുടെ മുന്നിൽ ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, മറ്റേ നിരയുടെ മുമ്പിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായി. എന്തേ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അങ്ങനെ പുറത്തേക്ക് ഇറക്കാൻ, ആ വിശ്വാസികളുടെ സമൂഹത്തെ നയിക്കാനും പ്രാപ്തനാക്കിയത്? നാം ഹക്കന്റെ മാർഗത്തിലാണ് നിലകൊള്ളുന്നത്. തൗഹീദിന്റെ മാർഗത്തിൽ ത്യാഗം സഹിക്കുന്ന, പല പ്രദേശങ്ങളിലും ഒറ്റപ്പെട്ടു കഴിയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്തിന് ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വേറിട്ട് ഈ പ്രയാസങ്ങളൊക്കെ സഹിച്ച് നമ്മൾ നിലകൊള്ളണം? നമ്മളെ ഹക്കന്റെ ആളുകളാണ്. അവിടെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വഇൻ കുന്ത വഹദക്, നീ ഒറ്റക്കാണെങ്കിലും അവിടെ ജമാഅത്ത് എന്ന് പറയുന്നത് നിന്റെ അടുത്താണുള്ളത്, അല്ലാതെ ആൾക്കൂട്ടമല്ല ജമാഅത്ത് കൊണ്ട് ഉദ്ദേശം. ആ സത്യത്തിന്റെ പാത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ആൾ സൽപന്താവ്, സത്യസരണി, ആരാണോ മുറുകെ പിടിച്ച് ജീവിക്കുന്നത് അവനാണ് സത്യത്തിന്റെ യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വക്താവ്. വഇൻ കുന്ത വഹദക്, അവിടെ നീ ഒറ്റക്കാണെങ്കിലും. അപ്പോ ഈ ഹക്കുമായിട്ടുള്ള ബന്ധമാണ് അവിടെ നമ്മളെ ഒറ്റക്ക് നിൽക്കുവാനും വേറിട്ട് നിൽക്കുവാനും പ്രേരിപ്പിക്കുന്നത്. ആ സത്യവിശ്വാസികൾ ആ സത്യത്തിൽ അടിയുറച്ചു നിന്നു. അവസാനം മക്ക വിശ്വാസികൾക്ക് അധീനപ്പെട്ടു. കഅബാലയത്തിലുണ്ടായിരുന്ന 300 ചില്ലാനം ബിംബങ്ങൾ വലിച്ച് പുറത്തേക്കെടുത്തെറിഞ്ഞപ്പോ വിശ്വാസികൾ അവിടെ പ്രഖ്യാപിച്ച ഖുർആനിന്റെ വചനം, ജാഅൽ ഹഖു വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ, ഇതാ ഹഖ് പുലർന്നിരിക്കുന്നു, സത്യം ഇതാ വിജയിച്ചിരിക്കുന്നു. വസഹഖൽ ബാത്തിൽ, ബാത്തിൽ ഇതാ അത്യന്തം പരാജയപ്പെട്ടിരിക്കുന്നു. ഇന്നൽ ബാത്തില കാന സഹൂഖ, നിശ്ചയമായും ബാത്തില് എല്ലാ നിലക്കും പരാജയപ്പെടേണ്ടതു തന്നെയാണ്. ബദർ രണാങ്കണം നൽകുന്ന പാഠം വിശുദ്ധ ഖുർആൻ നൽകിയിട്ട് അവസാനം അതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന നിലക്ക് ഖുർആൻ പഠിപ്പിക്കുന്നത് എന്താണ്? എന്തിനായിരുന്നു ഈ ബദർ? ലിയുഹിഖൽ ഹഖ വയുബ്തിലൽ ബാത്തിൽ വലൗ കരിഹൽ മുജ്രിമൂൻ. ലിയുഹിഖൽ ഹഖ, ഹഖിനെ ഹഖായി പുലർത്തി കാണിച്ചു തരാൻ വേണ്ടി. അതിനാണ് അവിടെ ഒരു യുദ്ധം നടന്നത്. വയുബ്തിലൽ ബാത്തിൽ, ബാത്തിലിനെ ബാത്തിലായി കാണിച്ചു കൊടുക്കാനും. ഭൗതികമായ കണ്ണിലൂടെ നോക്കുമ്പോ നിരായുധരായ, നിസ്സഹായരായ, നിരാലംബരായ ഒരു കൊച്ചു സമൂഹത്തിന് ഒരു സുസജ്ജവും സായുധരുമായ ഒരു വലിയ സൈന്യ വ്യൂഹത്തെ അതിജയിക്കുക സാധ്യമല്ല. അവിടെ സഹായമായി വന്നത് പലപ്പോഴും ഈത്തപ്പനയുടെ മട്ടലാണ്. ആയുധമില്ലാതെ വന്ന സ്വഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിട്ട് ഒരു ഈത്തപ്പനയുടെ മട്ടൽ കൊടുത്തു, എന്നാ പോയാണ് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. സത്യത്തിന്റെ പിമ്പലുണ്ടായിരുന്നു. ആ ഈത്തപ്പന മട്ടൽ വാളിന്റെ ഉപകാര ചെയ്തത്. ശത്രുക്കളുടെ കഴുത്ത് അരിഞ്ഞിടാൻ ആ ഈത്തപ്പന മട്ടൽ കൊണ്ട് സാധിച്ചു.
നബി ആ ഈത്തപ്പന മട്ടൽ കൊടുക്കുമ്പോൾ അതിനൊരു പേരും കൊടുത്തു, ഇത് സെയ്ഫുൽ ഔനാണ്, സഹായത്തിൻ്റെ വാളാണ്, ഇത് മതി എനിക്ക് പൊരുതിക്കൂട് പറഞ്ഞു. സഹാബികൾ ആ സത്യത്തിൻ്റെ പാത മുറുകെ പിടിച്ചു നിൽക്കും ഏത് ഘട്ടത്തിലും എന്ന് പറഞ്ഞത് അവർ നിറവേറ്റി അവരുടെ ജീവിതത്തിൽ. അവിടെ അതാണ് ഉമൈർ ഇബ്നുൽ ഹമ്മാം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. വിവാഹത്തിന്റെ മധുവിധു കഴിഞ്ഞിട്ട് പിറ്റേന്ന് യുദ്ധക്കളത്തേക്കാ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസികളെ, നിങ്ങൾ വാനഭുവനങ്ങളോളം പ്രവിശാലമായ സ്വർഗത്തിനു വേണ്ടി മത്സരിക്കുക. ആ സ്വർഗം പ്രവിശാലമാണ് എന്ന ആയത്തോതിയിട്ട് വിശ്വാസികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, അല്ല, ഞാനങ്ങ് പൊരുതി മരിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടും? സ്വർഗം കിട്ടും, എന്താ സംശയം? അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഏതാനും ഈത്തപ്പഴ ചുളകൾ എടുത്തിട്ടിങ്ങനെ ഭക്ഷിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ നോക്കി, ഇത് എത്ര ചുളുണ്ട്? ഓ, ഇനിയുണ്ട് 4-5 ഇതൊക്കെ കൂടെ തിന്ന് ഇയോളെങ്ങനെ നോക്കിക്കുക. നോക്കൂ നിങ്ങൾ, ഈ 4-5 ഈത്തപ്പഴച്ചുള തിന്ന് തീരുന്നത് വരെ കാത്തു നിൽക്കാൻ അദ്ദേഹം ഒരുങ്ങിയില്ല. ഈ ഈത്തപ്പഴം തിന്നു തീരുന്നത് വരെ എനിക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത ദൈർഘ്യം തന്നെ എന്ന് പറഞ്ഞിട്ട് ബഹ് ബഹ് എന്ന് പറഞ്ഞിട്ട് തിന്നുകൊണ്ടിരുന്ന ഈത്തപ്പഴം അദ്ദേഹം പുറത്തേക്ക് തുപ്പിക്കളഞ്ഞിട്ടാണ് ശത്രു സഞ്ചയത്തിലേക്ക് എടുത്തു ചാടിയിട്ട് വീരമൃത്യു വരിക്കുന്നത്, ഷഹീദാകുന്നത്. സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ തങ്ങൾ പറഞ്ഞ വാക്കിനോട് അത് സത്യസന്ധമായി ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുന്ന ആളുകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പുകഴ്ത്തി പറഞ്ഞത് ഇതുപോലെയുള്ള വിശ്വാസികളെയാണ്. ഈ ധൈര്യം എന്തുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഹക്ക് പൂർണ്ണമായും പിൻപറ്റുന്നിടത്ത് വിശ്വാസികളുടെ സമൂഹത്തിന് വരുന്ന വൈകല്യമാണ്. ഉമർ ഫാറൂഖ് തന്നെ ഹുദൈബിയ സന്ധിയുടെ സമയത്ത് ഇതേ പ്രയോഗം വീണ്ടും നടത്തി. 200ഓളം ആളുകളാണ് ഉംറ നിർവഹിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയ ആയിരക്കണക്കായ സ്വഹാബി വര്യന്മാരെയും പ്രവാചകനെയും തടഞ്ഞു വെച്ചത്. വെറും 200 ആളുകളായിരുന്നു അവര്. 313 ആള് ബദറിൽ 1000-ലധികം വരുന്ന ശത്രു സഞ്ചയത്തെ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആയിരക്കണക്കായ മുസ്ലിമീങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ അതിജയിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമ്മൾ ക്ഷമിക്കുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സന്ധി സംഭാഷണത്തിന് പറഞ്ഞയച്ചു. കാരണം ഖുറൈശികൾക്ക് അല്പം ബഹുമാനം കൊടുക്കാൻ പറ്റിയ കുടുംബ പാരമ്പര്യമുള്ള തൻ്റെ ബാക്കിക്കാരൊക്കെ ഉള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തന്നെ വിട്ടു. ഉമറിനെ വിട്ടാൽ പറ്റൂല. കാരണം ലേശം പ്രകൃതി അങ്ങനെയാണല്ലോ, ഓരോ ആൾക്കാരെയും തരമൊക്കെ നോക്കണമല്ലോ. ഓരോ സമയത്തിനും സന്ദർഭത്തിനും സാഹചര്യത്തിനും ഓരോരുത്തർക്ക് പറ്റുന്ന ഡ്യൂട്ടിയല്ലേ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണെങ്കിൽ വളരെ സൗമ്യനായിട്ടും പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെരഞ്ഞെടുത്തു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ. കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് അവിടെ വലിയ തറവാട് പാരമ്പര്യവും മറ്റൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റിയ ആളുകളുണ്ട്. അപ്പോൾ മാന്യമായിട്ട് സംഭാഷണം നടത്തി തിരിച്ചു പോരാൻ നല്ലത്, പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നല്ലത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിട്ടു. സംസാരിച്ചിട്ട് വലിയ ഫലമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ കൊന്നു എന്ന ഒരു കിംവദന്തി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആൾക്കാർ വാള് മുറിച്ചിട്ടല്ലോ അടങ്ങിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളവരെ വെറുതെ വിടൂലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു വന്നു. ആ പഴയ ചോദ്യം അദ്ദേഹം ചോദിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വഖാല യാ റസൂലല്ലാഹ് അലസ്നാ അലാ ഹഖ്ബിൻ വഹും അലാ ബാത്തിൽ. അല്ല റസൂലേ, നമ്മളെ ഹക്കിന്റെ ആളുകളും അവർ ബാത്തിലിന്റെ ആളുകളുമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ബല, അതെ, നമ്മൾ ഹക്കിന്റെ ആളുകൾ, അവർ ബാത്തിലിന്റെ ആളുകൾ, സംശയമില്ല. ഖാല അലൈസ ഖത്ലാനാ ഫിൽ ജന്ന വഖത്ലാഹും ഫിന്നാർ. ഇവിടെ വെച്ചൊരു സംഘടന ഉണ്ടായിട്ട് നമ്മൾ അതിന്റെ പേരിൽ മരിക്കുകയാണെങ്കിൽ
ഈ വിശ്വാസികളായ ആളുകൾ സ്വർഗത്തിലും സത്യനിഷേധികൾ നരകത്തിലുമാവില്ലേ? ഖാല ബല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. ഖാൽ ഫഫീമൻ ഉത്തി അദ്ദനിയ ഫീ ദീൻ, എന്നാ പിന്നെ എന്തിനാ നമ്മൾ ഈ അപമാനം സഹിച്ചിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നത്? നമുക്കത് ശരിയാക്കല്ലേ എന്നുള്ളതാണ് ചോദ്യത്തിന്റെ ആകത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിട്ടില്ല. വനർജിഉ, എന്നിട്ട് നമ്മളിപ്പോ ഉംറയൊന്നും ചെയ്യാതെ മടങ്ങിപ്പോണെന്നാ അപ്പൊ അവര് പറഞ്ഞത്. നടക്കണ കാര്യമാണോ? എന്തിന് നമ്മൾ മാനക്കേട് സഹിച്ചിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിന് വഴങ്ങിക്കൊടുക്കണം എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം. ഇത് നൽകുന്ന പാഠം വേറെ കുറെ പാഠങ്ങളുണ്ട്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ പ്രസ്താവനയിൽ നിഴലിച്ചു നിൽക്കുന്ന ഘടകം അലസ്ന അലാ ഹഖ്, നമ്മൾ ഹക്കിന്റെ ആളുകളല്ലേ, നാം ഹക്കിൽ നിലകൊള്ളുന്നവരല്ലേ റസൂലേ എന്ന ചോദ്യമാണ്. നമുക്കറിയാം, നജ്ജാശി രാജാവിന്റെ അടുത്തേക്ക് ഒരു നിലക്കും മക്കയിൽ ജീവിക്കുക പ്രയാസകരമായ ഒരു ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ വിശ്വാസികൾ അബശീനയിലേക്ക്, എത്യോപ്യയിലേക്ക് ഹിജറ പോയി. അവിടെയെത്തി ശത്രുക്കൾ. ഈ വന്ന ആൾക്കാരൊക്കെ ഞങ്ങളുടെ ഉറ്റവരും ഉടയവരും അടിമകളും മറ്റുമൊക്കെയാണ്. അവർ ചാടിപ്പോകുന്നതാണ്. ഇവരെ അങ്ങക്ക് വിട്ടുകിട്ടണം. എന്തിനാ അങ്ങനെ കൊണ്ടുപോണത്? ഇവരെ സ്നേഹിച്ചിട്ടല്ല, കൊണ്ടുപോയി പീഡിപ്പിക്കാനാണ്. ആ സന്ദർഭത്തിൽ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങൾക്ക് വേണ്ടി രാജാവിനോട്, നജ്ജാശി രാജാവിനോട് സംസാരിക്കുന്നു. ആ സംസാരിച്ച ദീർഘമായ സംസാരത്തിൽ അദ്ദേഹം പറയുന്നത്, കുന്നാ ഖൗമൻ അഹ്ലു ജാഹിലിയ്യ നഅബ്ദുൽ അസ്ലാം വനഅകുലുൽ മൈത വനഅതി അൽ ഫവാഹിഷ് വനഖതഉൽ അർഹാം വനുസിഉൽ ജിവാർ. ഞങ്ങൾ ജാഹിലിയ്യ കാലത്ത് ബിംബങ്ങളെ ആരാധിക്കുകയും ശവം തിന്നുകയും വൃത്തികേടുകൾ ചെയ്യുകയും കുടുംബബന്ധം വിച്ഛേദിക്കുകയും അയൽവാസികളോട് മോശമായി പെരുമാറുകയും ചെയ്യുന്ന പ്രകൃതക്കാരായിരുന്നു. അങ്ങനെ ഇരിക്കെ ഹത്താ ബഅസല്ലാഹു ഇലൈനാ റസൂലൻ മിന്ന, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാളെ ദൈവദൂതനായിട്ട് അള്ളാഹു നിയോഗിച്ചു. നഅരിഫു നസബഹു വസിദ്ഖഹ്, ആ പ്രവാചകന്റെ തറവാട് ഞങ്ങൾക്ക് നന്നായി അറിയാം. ആ പ്രവാചകന്റെ സത്യസന്ധതയും ആ ആളിന്റെ സത്യസന്ധത ജഅഫർ റളിയല്ലാഹു അൻഹുവോട് എടുത്തു പറഞ്ഞ ഒരു ക്വാളിറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സമൂഹം അർപ്പിച്ച വിശ്വാസവും സത്യസന്ധതയുമാണ്. വഅമാനതഹു വഇഫാഫുഹു, അദ്ദേഹം കാണിക്കുന്ന വിശ്വസ്തതയും അദ്ദേഹത്തിന്റെ ജീവിത വ്യവഹാരങ്ങളിലെ വിശുദ്ധിയുമാണ് എന്നങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, അമർന ബിസുദ്ഖിൽ ഹദീസ്, അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചത് ഏകദൈവാരാധനയെ കുറിച്ച് പറഞ്ഞു. അവസാനം പറഞ്ഞു, ഞങ്ങളോട് സത്യം പറയണം. വഅദാഇൽ അമാന, വിശ്വസ്തത, കരാറുകൾ നിറവേറ്റണം. വസിലത്തുർ റഹിം, കുടുംബബന്ധം പാലിക്കണം എന്നിങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. വനഹാന, അദ്ദേഹം ഞങ്ങളോട് വിരോധിച്ചത് അനിൽ ഫവാഹിഷ്, എല്ലാവിധ മ്ലേച്ഛ വൃത്തികളുമാണ്. വഖൗലസ്സൂർ, അതുപോലെ തന്നെ കള്ളവർത്തമാനങ്ങൾ. വഅഖ്ലു മാലിൽ യതീം, അനാഥന്റെ ധനം അന്യായമായി അപഹരിക്കൽ, തിന്നൽ. വഖദ്ഫുൽ മുഹ്സിനാത്ത്, നിരപരാധികളായ പവിത്രവതികളായ സ്ത്രീകളെ കുറിച്ച് അപവാദം പറയൽ എന്നിത്യാദി കാര്യങ്ങളൊക്കെ ഞങ്ങളോട് വിരോധിച്ചിട്ടുണ്ട്. ഇവിടെയും സത്യവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധവും വിശ്വാസികൾ സത്യസന്ധത പാലിക്കണമെന്ന ആ ശക്തമായ കൽപ്പനയും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സമൂഹത്തിൽ വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ഇത് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നും. കാരണം സത്യത്തിനുമേൽ അസത്യം വിജയ കാഹളം മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഏത് രംഗത്ത് പരിശോധിച്ചാലും അവിടെ സത്യസന്ധത പാലിക്കാൻ കഴിയുന്നില്ല. മതരംഗത്ത്, വിശ്വാസരംഗത്ത്, കർമ്മരംഗത്ത്, ആചാരരംഗത്ത്, മറ്റ് ജീവിത വ്യവഹാര രംഗങ്ങളിലൊക്കെ
സത്യത്തിനുമേൽ അസത്യം വിജയം വരിക്കുന്ന ഒരു ദുരവസ്ഥ സംജാതമായിരിക്കുന്നു. നമ്മുടെ കുട്ടികൾ ആ ഒരു അവസ്ഥയിലാണ് വളരുന്നത്. കുട്ടികൾ ചെയ്യുന്ന വൃത്തികേടുകളും തിന്മകളും കള്ളത്തരങ്ങളും കാണുമ്പോൾ നമ്മൾ കാലത്തെയാണ് പഴിക്കുന്നത്. അതുകൊണ്ടായില്ലല്ലോ. കവി പറഞ്ഞതുപോലെ കാലം എന്ത് പിഴച്ചു. നുഈബു സമാനനാ വൽഐബു ഫീനാ വമാ ലിസമാനിനാ ഐബുൻ സിവാനാ. നുഈബു സമാന, നമ്മളൊന്ന് പറഞ്ഞാൽ രണ്ടാമത്തിന് പറയാം എന്താ ചെയ്യുക, ഇപ്പത്തെ കാലല്ലേ, മക്കളൊന്നും നന്നാവൂലെന്ന്. ഇപ്പത്തെ കാലല്ലേ, കാലത്തിനാ കുഴപ്പം, കുട്ടികൾ അപ്പോഴും ഉഷാറന്നെ. നുഈബു സമാനന, നാം കാലത്തെ കുറ്റം പറയുന്നു. വൽ ഐബു ഫീന, സത്യത്തിൽ കാലത്തിനല്ല കുഴപ്പം, നമ്മളെടുത്താ കുഴപ്പം. വമാ ലിസമാനിനാ ഐബുൻ സിവാനാ, കാലത്തിന് ഒരു കുഴപ്പമില്ല, കുഴപ്പം മുഴുവൻ നമ്മളെടുത്താണ്. നമ്മളാണ് ഈ കാലത്ത് ജീവിക്കുന്നത് എന്നതാണ് കാലത്തിന്റെ കുഴപ്പം, വേറൊന്നുമല്ല. അപ്പൊ കാലത്തിന്റെ അടുത്തല്ല കുഴപ്പം. ആ കുട്ടികളെ വളർത്തുന്നിടത്ത് ആ സത്യസന്ധത പാലിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വെച്ച് ഒരു മാതാവ് കുട്ടിനെ വിളിച്ചു. എന്നാ അവിടെ വാ, നമ്മളെല്ലാവരും ചെയ്യാറുള്ളതാണ്. എന്നാ അവിടെ വാ, അമ്മാൻ്റെ കുട്ടി കൊണ്ട് വന്നാ എനിക്ക് തരാന്നറിയും. ഉമ്മെല്ലാം വിചാരിച്ച് ഈ സാധു കുട്ടിയെ വിശ്വസിക്കും, ഉമ്മാനെ വിശ്വസിക്കും. അങ്ങനെ എന്നാ തരാന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടീന് വരുന്നോട് കൂടിയിട്ട് ചണ കിട്ടുമെന്ന് കൊടുത്തിട്ട് കുറെ നേരമായി, എനിക്ക് ഇഞ്ഞും കടന്നുറങ്ങാനായിട്ടില്ല എന്ന് വെച്ചിട്ട് അവസാനം കുട്ടിയുടെ മനസ്സ് അതോടുകൂടി ഫീസായിട്ടുണ്ടാവും. എന്താ സംഭവം എന്നറിയോ, ഒന്നും തന്നില്ല എന്ന് മാത്രമല്ല, എന്തൊരു കുരുത്തം കെട്ട അടിയാണ് അടിച്ചത്. ഈ തള്ളയിൽ നിന്ന് ഒരിക്കലും കുട്ടി പ്രതീക്ഷിച്ചതല്ല ഇജ്ജാതി ഒരു ചതി. ഈ ഉമ്മാനെ എങ്ങനെ ഇഞ്ഞ് കുട്ടി വിശ്വസിക്കുക? പിന്നെന്താ അങ്ങോട്ട് വാ തന്നെ കുട്ടി നേരെ ഉൾട്ടായിട്ട് ആണ്ടേ പോവുള്ളൂ. കാരണം ഇത് കുട്ടിക്കിപ്പോൾ ഇത് പരിചയമായി, ഉമ്മാരാത് കുട്ടിക്ക് അറിയാലോ. എന്തെല്ലാം കള്ളത്തരം പറഞ്ഞ ആ കുട്ടിനെ നമ്മൾ പേടിപ്പിക്കല്. പോക്കാൻ പിടിച്ചു, എന്തത്ത് പോക്കാൻ. എന്താ പ്രശ്നം, കുട്ടി ചോറുന്നാണോ, എന്നിട്ട് വേണം തള്ളക്ക് വേറെ സീരിയൽ കാണാൻ. അപ്പോ അതിന് വേണ്ടിയിട്ട് പിന്നെ വലിയ വലിയ ഉരുളാക്കിയിട്ട് കുട്ടീൻ്റെ വായിലാണ്ട് തിരികാൻ വേണ്ടിയിട്ട് പിന്നെ കുട്ടീനെ പറഞ്ഞ് പേടിപ്പിച്ചാണ്. അതും ഇതും പറഞ്ഞിട്ട് കുട്ടിക്ക് നായനൊന്നും പേടിണ്ടായിരുന്നില്ല അതിന് മുമ്പ്. കുരക്കണതാ നായിക്കണ്ട് ഇട്ട് കൊടുക്കുമെന്ന് പഠിച്ചവൻ. ഒരു ഉമ്മ എങ്ങനെ ഇതൊക്കെ പറയും? നായിക്കിട്ട് കൊടുക്കുന്ന ഉമ്മ പറയണേ. എങ്ങനെ ഈ ഉമ്മാനെ പിന്നെ കുട്ടി വിശ്വസിക്കുക? എന്നാ അങ്ങോട്ട് വന്നോ, കൊണ്ട് കൊണ്ടുപോയിക്കോ എന്നൊക്കെ അങ്ങനെ പറയാൻ പാടില്ല. ഏതായാലും ആട്ടെ, വിഷയം അതല്ലല്ലോ. കുട്ടീനെ വിളിച്ചു നബിന്റെ മുന്നിൽ വെച്ച്. ദഅത്തിനി ഉമ്മി യൗമൻ വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാഇദുൻ ഫീ ബൈത്തിനാ. അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങളെ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ ഉമ്മ എന്നെ വിളിച്ചു. ഫഖാലത് തആൽ ആതിക്, ഇങ്ങ് വാ ഞാൻ തരാ, എൻ്റെ അടുത്തുണ്ട്, എനിക്ക് തരേണ്ടതുണ്ട്. എന്നാണെങ്കിൽ ചോക്ലേറ്റ് ഉണ്ടെന്നോ മിഠായി ഉണ്ടെന്നോ എന്തെങ്കിലുമൊക്കെ പറയും. ഏതായാലും ആട്ടെ, ഇതാണ് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ ചോദിച്ചു. ഫഖാല ലഹാ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറത്തി അൻ തുഅതി, നീ കൊടുക്കൂല്ലേ, എന്താ നീ കൊടുക്കാൻ ഉദ്ദേശിച്ചത് എന്ന് ഈ സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ആ കുട്ടിക്ക് നീ എന്താണ് കൊടുക്കുകയെന്ന്. ഖാലത്ത് അറത്തു അൻ ഉഅതിഹി തംറ, ഒരു ഈത്തപ്പഴം കൊടുക്കാന്നാ ഞാൻ വിചാരിച്ചത്, ഈ സ്ത്രീ പറഞ്ഞു. ഫഖാല ലഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അമാ അന്നകി ലൗ ലം തുഅതിഹി ഷൈഅൻ കുതിബത് അലൈകി കിദ്ബ, നീ ഒന്നും കൊടുത്തില്ല എന്ന് വെക്കുക, കുട്ടീന് വരുന്നോട് കൂടിയിട്ട് ഇവിടെ വാടാന്ന് പറഞ്ഞിട്ട് കയ്യും പിടിച്ചിട്ട് അണ്ട് ഒക്കത്തേക്ക് എടുത്ത് വെച്ചാൽ പോലും പറഞ്ഞത് കളവാ. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ വീടുന്ന വീടൽസിന് വല കണക്കും കഴിച്ചു. വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം നിങ്ങൾ. ബുഖാരി റഹ്മഹുല്ല ഹദീസ് ശേഖരിക്കാൻ വേണ്ടി 40 ദിവസം നടന്നു പോയിട്ട് ഒരാളടുത്ത് ഒരു ഹദീസ് ഉണ്ട് എന്ന് കേട്ടിട്ട് എത്തുകയാണ്. അവിടെ എത്തിയപ്പോൾ ഇയാൾ കുതിരനെ വിളിക്കുകയാണ്. കുതിരനെങ്ങനെ വിളിക്കണുണ്ട്, മുതരെങ്ങനെ കാണിച്ചു കൊടുത്തിട്ടാണ് വിളിക്കണത്. മുതരെങ്ങനെ കണ്ടപ്പോൾ കുതിരക്ക്
ഇനി വേറൊന്നും വേണ്ടല്ലോ. കുതിര എങ്ങനെയാണ് വന്നു. വന്നതോട് കൂടിയിട്ട് ഇയാൾ മുതരണ്ട് എടുത്തുവെച്ച് ഈ വെറുവിനൊക്കെ മുതര കൊടുക്കാൻ പറ്റുമോ എന്നുള്ള നിലയ്ക്ക്, ഇന്നത്തെ കാലമല്ല, ഏതായാലും മുതരണ്ട് എടുത്തുവെച്ചു കുതിരനെ പിടിച്ചാണ് കെട്ടിയിട്ടു. ബുഖാരി റഹിമഹുള്ള ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ട്. സലാം ചൊല്ലി, നിങ്ങൾ എവിടുന്നാന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനിതാ 40ാമത്തെ ദിവസമാണ് ഇവിടെ എത്തണത്, ഇനി ആവശ്യത്തിന് വേണ്ടി വന്നാണ്, നിങ്ങളടുത്തൊരു ഹദീസ് ഉണ്ടെന്ന് കേട്ടിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷേ ഇനി നിങ്ങളുടെ ഹദീസ് എനിക്ക് ആവശ്യമില്ല. കാരണം നിങ്ങൾ ഈ മിണ്ടാപ്രാണിയോട് ചെയ്തത് ഒരു ചതിയാണ്, വഞ്ചനയാണ്, കള്ളത്തരമാണ്. ഹദീസ് സ്വീകരിക്കുമ്പോൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വീകരിച്ച അങ്ങേയറ്റത്തെ സൂക്ഷ്മതയ്ക്ക് ഉദാഹരണമായി മുഹദ്ദിസുകൾ സൂചിപ്പിച്ച സംഗതിയാണത്. നമുക്കൊക്കെ ഒരു വാർത്ത ആയാൽ മതി, ഇത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയെന്നൊന്നും നമ്മൾ ചോദിക്കണില്ല, നിങ്ങൾ പറഞ്ഞു എന്ന് നമ്മൾ എഴുതിക്കോട്ടെ, കുഴപ്പമില്ല ഞങ്ങൾ പറഞ്ഞു. ആർക്കാപ്പത് ഇത്ര വലിയൊരു ആനക്കാരിയായിട്ടിരിക്കണത്? എഴുതിക്കോളി. ഓൻ അതോടുകൂടി പേരെടുത്തു. ഒരു പച്ചപ്പൊള്ളു പറഞ്ഞിട്ട് ഓന് പേരെടുക്കാൻ പറ്റുക എന്ന് മാത്രമേ ലക്ഷ്യമുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ കുട്ടികൾക്ക് നമ്മൾ ഒരു ശിക്ഷണം കൊടുക്കുമ്പോൾ, ആ കുട്ടികളോട് നമ്മൾ ഒരു സത്യം പറയണമെന്ന് കൽപ്പിക്കുമ്പോൾ ആ സത്യസന്ധത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ശ്രീബുദ്ധന്റെ കഥയിലുണ്ട്. ബുഖാരി മുസ്ലിം ഒന്നും അല്ലെങ്കിലും ഗുണപാഠം എന്നുള്ളതൊക്കെ നമുക്ക് സ്വീകരിക്കാലോ. ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, നമ്മുടെ കുട്ടിക്കൊരു സ്വഭാവമുണ്ട്, ഈ മുന്നിൽ എന്ത് സാധനം കണ്ടാലും എടുത്തുന്നൊരു സ്വഭാവമുണ്ട്, പ്രത്യേകിച്ച് ശർക്കര കട്ടുന്നവളാണ് കുട്ടി, ഗുരു ഒന്ന് പറഞ്ഞു ഉപദേശിക്കണം എന്നാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, പെട്ടെന്ന് ഉപദേശിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ സാരമില്ല, കുട്ടി നന്നായിക്കോളും, നിങ്ങളിപ്പോൾ കൊണ്ടുപോയിക്കോളൂ, അടുത്ത ആഴ്ച കൊണ്ടുവരികയാണ്. അടുത്ത ആഴ്ച കൊണ്ടുവന്ന് അപ്പോൾ ഗുരു കുട്ടീനെ വിളിച്ചിട്ട് ഒക്കെ ഉപദേശിച്ചു. അങ്ങനെ പല സാധനങ്ങളും കാണുന്നതിൻ്റെ അടുക്കൊക്കെ എടുത്തുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല, നമ്മളെ കുട്ടികളെ ഉപദേശിക്കണം. സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുട്ടി അതും വലിച്ചും ഇതും വലിച്ചും പൊട്ടിച്ച് തിന്നലൊടുങ്ങും. ഒക്കെ ഇവിടുത്തെ ഇത് സിസ്റ്റം അനുസരിച്ച് നമ്മൾ കുട്ടികളെ ശീലിക്കേണ്ടതാണ്, അതൊന്നും ശരിയായ ഒരിതല്ല എന്ന്. ഓക്കെ. അപ്പോൾ ഈ സ്ത്രീ ചോദിച്ചു, കഴിഞ്ഞ ആഴ്ച അതാണ് പറഞ്ഞാൽ മതിയായിരുന്നു, ഞാനിത് ഒരാഴ്ച വരെ കാത്തുക്കുകയും രണ്ടാമത് എന്നെ ഗുരു വരുത്താനുള്ള കാരണം എന്താന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞത്, ഈ സ്വഭാവം എനിക്കുണ്ടായിരുന്നു, ശർക്കര കണ്ടാൽ എടുത്തുന്നുള്ള ഒരു സ്വഭാവം എനിക്കുണ്ട്, പിന്നെ എങ്ങനെ ഞാൻ ഈ കുട്ടീനെ ഉപദേശിക്കുക? അപ്പൊ അതുകൊണ്ട് എൻ്റെ ആ ദുസ്വഭാവം ഒന്ന് നിർത്താനുള്ള ഒരു സമയമാണ് ഞാൻ ഒരാഴ്ച ആവശ്യപ്പെട്ടത്, അതിന് ശേഷം കുട്ടിയെ ഉപദേശിക്കാമെന്ന് വിചാരിച്ചതാണ്. ഇന്നത്തെ ഗുരുനാഥന്മാർക്ക് എന്തായാലും ഇത്രമാത്രം സൂക്ഷ്മത ഈ വിഷയത്തിലുണ്ടോയെന്നറിയില്ല. തമാശ പറയാറുണ്ട്, കുട്ടികൾ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഇങ്ങനെ തമാശ പറയാണ്, ഏറ്റവും വലിയ കളവ് പറയുന്ന ആൾക്ക് ഇന്ന് സമ്മാനം കൊടുക്കുന്നു. അപ്പോൾ അധ്യാപകൻ വന്ന് കയറിത്രേ. അദ്ദേഹം പറഞ്ഞു, വന്നാര മക്കളെ, നിങ്ങൾ കളവൊന്നും പറയരുത്, എന്നെ കണ്ട് പഠിക്കും. ഇന്നേ വരെ ജീവിതത്തിലൊരു കളവ് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, കൊടുക്കട മാഷിക്ക് സമ്മാനം, കൊടുക്കണ സമ്മാനം മാഷിക്ക്. കാരണം ഏറ്റവും വലിയ കളവായിട്ട് മാഷി പറഞ്ഞതാണ് കുട്ടികൾ കണക്കാക്കിയത്. സമൂഹം മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിച്ചത്, ഒരു കൊച്ചു കുഞ്ഞിനോട് മാതാവ് സംസാരിക്കുന്ന സംസാരത്തിലും കളവ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. വേറൊരു സഹാബി വനിത വന്നു. അവർ വന്നിട്ട് നബിയോട് ചോദിച്ചു, നബിയെ, ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഭക്ഷണം വേണമെന്ന് ചോദിക്കും. ഉടനെ നമ്മൾ പറയും, ഇപ്പം കഴിച്ചിട്ടേ ഉള്ളൂ എന്ന്. അങ്ങനെയാണല്ലോ നമ്മളും പറയാ, ഏയ് വേണ്ട, വയറ് നിറഞ്ഞിരിക്കണമെന്നൊക്കെ പറയും. ഇവനിങ്ങനെ കോട്ടാവിട്ടിട്ട് എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാന്നുള്ള അവസ്ഥയിലായിരിക്കും. വേണ്ടാന്ന് പറഞ്ഞിട്ട് നിർത്താം, പക്ഷേ ഇപ്പം കഴിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയേണ്ടതില്ല, അതൊരു കളവാ. ഈ സ്വഹാബി വനിത ചോദിച്ചതാ, നബിയെ, ഭക്ഷണം വേണമെന്നുണ്ട്, ആ ഭക്ഷണത്തോട് ആഗ്രഹമുണ്ട്, ചില ആളുകൾ ക്ഷണിക്കും, പക്ഷേ ഒരു മടി. അപ്പോൾ നമ്മൾ പറയും, ഞാൻ കഴിച്ചിരിക്കുന്നു, വേണ്ടാന്ന്. അതെങ്ങനെ കളവാകുമോന്ന്? അവർ കാണിച്ച സൂക്ഷ്മത നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി എന്താണ്? ഇന്നൽ കദിബ യുക്തബു കദിബൻ. ഒരു കളവ് കളവായിട്ട് തന്നെയാണ് എഴുതി വെക്കുക. ഹത്താ തുക്തബുൽ കുദൈബ കുദൈബത്തൻ. ഒരു കൊച്ചു കള്ളുണ്ടല്ലോ,
നമ്മളൊക്കെ എന്ത് സ്നേഹത്തിലാ വിളിക്കൽ കൊച്ചു കള്ളാന്ന് അല്ലേ? കളവ് പറയുകയും കളവ് ശീലിക്കുകയും ചെയ്ത ഒരാളെ നമുക്ക് കള്ള എന്ന് വിളിക്കുന്നത് തന്നെ എന്താ ഒരു ഓമനപ്പേര് വിളിക്കുന്നിടത്താണ് കാര്യം എത്തി നിൽക്കുന്നത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ കൊച്ചു കള്ളമായി തന്നെ എഴുതി വെക്കും. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരൊറ്റ വചനവും അവന് ഉച്ചരിക്കാൻ കഴിയില്ല. നിരന്തരം അവന്റെ പിന്നാലെ ഉള്ള എല്ലാം നിരീക്ഷിക്കുന്ന സർവസന്നദ്ധനായ ഒരാളിന്റെ മുന്നിൽ വെച്ചല്ലാതെ. അത് മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോ ചെറുതാണെങ്കിൽ പോലും അത് കളവാകാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. പ്രശംസ നടത്തുമ്പോൾ നമ്മൾ വല്ലാതെ കാട് കയറും. പറഞ്ഞാണ്ട് അപ്പുറത്തേക്ക് എത്തും. അപ്പൊ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു മേഖലയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ നിങ്ങൾ അമിതമായി പുകഴ്ത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ തതിറൂനി കമാ അതറത്തിൻ നസാറ ഈസ ഇബ്നു മറിയം ഫഇന്നമാ അന അബ്ദ് ഫഖൂലു അബ്ദുല്ലാഹ് വറസൂലുഹു. ക്രിസ്ത്യാനികൾ യേശുക്രിസ്തുവിനെ ഈസാ അലൈഹിസ്സലാമിനെ പാടിപ്പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പാടിപ്പുകഴ്ത്തരുതേ. അന അബ്ദുള്ള, ഞാൻ അള്ളാഹുവിന്റെ ദാസനും അവന്റെ ദൂതനും മാത്രം. അതിന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യരുത്, എന്നെ നിങ്ങൾ പാടിപ്പുകഴ്ത്തരുത്. പക്ഷെ എല്ലാ ഇതും മറക്കും നമ്മൾ. മൗലൂദിന്റെ മാസമാണെങ്കിൽ, അങ്ങനത്തെ ഒരു സദസ്സാണെങ്കിൽ ചന്ദനത്തിരി കത്തിച്ചു വെച്ച് തലയണയുടെ മേലെ ഖുർആനോ അതാ ഇത്ര വലിയ ബഹുമാനമൊന്നും ഉണ്ടാവില്ല. കാരണം അതിൽ കളവില്ലല്ലോ. ഈ കളവിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഗ്രന്ഥത്തിൻ്റെ ബഹുമാനം കൂടിയിട്ട് അതിൻ്റെ മേലെ സാനത്തുണിയൊക്കെ വിരിച്ച് ചന്ദനും കുന്തിരിക്കും ഒക്കെ കൂടെ പുകയിച്ച് അതിൻ്റെ മേലെയാണ് ഈ പച്ചപ്പുള്ളുള്ള സബീന കിതാബ് കയറ്റി വെക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നീച്ചിന്നിട്ട് ആടിയിട്ട് ഇങ്ങനെ പാടുകയാണ്. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലക്കൽ ജമ്മൽ ഗഫീറു. പച്ചക്കള്ളമാണ് ആ പാടുന്നത്. MP പറയാറുണ്ട് പണ്ട്, ചെമ്പത്തെങ്ങിന് കാറ്റ് പിടിച്ച മാതിരിന്ന്. ആ ആട്ടങ്ങനെ ആടിയിട്ട്, എന്തോ ഒരു ചന്തള്ള ആട്ടങ്ങനെ ആടിയിട്ട് പാട്ടങ്ങനെ പാടുകയാണ്. എന്തേ പറ്റിപ്പോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ക്രിസ്ത്യാനികൾ പാടിപ്പുകഴ്ത്തിയതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ ഉമ്മത്തുകൾ പാടിപ്പുകഴ്ത്തി. അത് അതിര് കവിഞ്ഞു പല രംഗത്തും. അവിടുന്ന് ഇങ്ങോട്ടുള്ള മഹാത്മാക്കളെ കുറിച്ചുള്ള പ്രശംസകൾ മുഴുവൻ പരിശോധിച്ചാലും ഇതന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. അന്ത ഹഖൻ മുഹിയ്യിദ്ദീനി അന്ത ഖുതുബും ബിൽ യഖീനി എന്നിങ്ങനെ പറഞ്ഞിട്ട് എല്ലാ അർത്ഥത്തിലും ദീനിന്റെ ജീവൻ അങ്ങാണ്. സർവത്തിനെയും നിയന്ത്രിക്കുന്ന അച്യുതണ്ടും ആത്മാവും അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് ആതിനാ ഗൗസൻ മുബീന, വ്യക്തമായ സഹായം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് മുഹിയുദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് പ്രാർത്ഥിക്കാൻ ഇവിടെ പ്രേരിപ്പിച്ചത് എന്താണ്? അതിരുവിട്ട പ്രശംസ. എന്നാൽ ഈ പറയുന്ന സംഗതിയൊക്കെ കൂടെ യഥാർത്ഥത്തിൽ ഒരു ഷെയ്ഖും ചെയ്യൂല. പറഞ്ഞ് അവസാനം ഏതുവരെ എത്തിയെന്ന് ചോദിച്ചാൽ ഷെയ്ഖിന്റെ മഹത്വം പറഞ്ഞിട്ട് ഷെയ്ഖിനെ പറ്റി ഒരിക്കലും പറയാൻ പാടില്ലാത്ത പച്ചക്കള്ളങ്ങൾ പറയുന്നു. അവിടെയും സത്യസന്ധതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നു പ്രശംസയുടെ പേരിൽ. എന്നിട്ട് പറയാറുള്ളത് എന്താണ്? ഞങ്ങൾ ഷെയ്ഖിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ ഷെയ്ഖിനെ സ്നേഹിച്ചിട്ടാണ്. പറയുന്നത് എന്താണ്? ഷെയ്ഖ് കാട്ടിയ പരാക്രമങ്ങൾ. മേലെ നടന്നോനെ
താത്തിച്ചു വിട്ടോവർ മേലാൽ വരുന്ന വിശേളം പറഞ്ഞോവർ. മേലെ നടന്നോൻ എന്തിനാ താത്തി വിടണോ? ആ മേലെ കൂടി അങ്ങനെ നടന്നോട്ടെ. അങ്ങനെ ഓൻ്റെ മുന്നിൽ കൂടി അങ്ങനെ മേലെ കൂടി നടക്കണ താഴത്ത് കൂടി. ഇങ്ങനെ നമ്മളെ കൂട്ടത്തിൽ ഒരാളാണ് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആളെ നന്ദി കണ്ട് ഇങ്ങനെ നടത്തിച്ചു വിട്ടാൽ അതിപ്പോൾ ഒരു യോഗ്യതയാണോ? അല്ല, ഒരു ധിക്കാരല്ലേ. കഴിഞ്ഞിട്ടില്ല. പറക്കും വലിയ പഠിക്കൽ തളച്ചോവർ പറന്നിട്ട് ചെന്നോരേ തൗബ ചെയ്യിച്ചോവർ. പറക്കണ ഒലീനെ പിടിച്ച് ഗേറ്റിങ് അവിടെ കെട്ടിട്ടു. അമ്മക്ക് പറക്കാൻ കഴിയണില്ല വെച്ചിട്ട് പറക്കാൻ കഴിയണോ പറന്നോട്ടെ ചൂടേ. അതെന്താ ഓൻ്റെ മുന്നിൽ കൂടെ അങ്ങനെ പറക്കാനായി. എന്നിട്ടോ പറന്നിട്ട് ചെന്നോരെ തൗബ ചെയ്യിച്ചോവർ. പറന്നു ചെന്നോരോട് പറന്നു കണ്ടാ വരിക മനുഷ്യൻ്റെ അടുത്തേക്ക്? എനിക്കെന്താ നടന്നെന്നാ പോരെ മറ്റുള്ളവരായി. ഈ പറന്നത് മറ്റേ ഏരന്തിക്ക് ടിക്കറ്റ് എടുത്തിട്ടല്ല, അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ പറക്കലായി പറഞ്ഞിങ്ങണത്. അല്ല, പൊള്ളു പറയുന്നോടത്ത് ഇനിയിപ്പോൾ സംശയം വേണ്ടല്ലോ. രണ്ട് ഭ്രാന്തന്മാർ കണ്ടുട്ടി. അതിൽ മറ്റേ ഭ്രാന്തനെ കണ്ടവോട് കൂടിയിട്ട് കഥയാണ് കേട്ടോ. ഒരേറ്റ പിടിച്ചാൽ പിടിച്ചിട്ട് കയ്യിലെന്താന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പിരാന്തല്ലേ. അക്കിൻ്റെ ഈ കയ്യിലെന്താന്ന് എനിക്ക് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. ശ്രദ്ധിച്ച് നോക്കിയിട്ട് പറഞ്ഞു അതിൻ്റെ ഉള്ളിലൊരു ആനക്കുട്ടിയാണ്. മറ്റോനും പിരാന്ത്. അതിൻ്റെ ഉള്ളിലൊരു ആനക്കുട്ടിയാണ്. അതിൽ മറ്റങ്ങനെ നോക്കിയിട്ട് എടാ കള്ളാജി ഇതിൻ്റെ ഉള്ളിൽ കൂടി നോക്കിയല്ലേ. മറ്റൊന്നിങ്ങനെ കൈൻ്റെ ഉള്ളിൽ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് എടാ കള്ളാജി ഇതിൻ്റെ ഉള്ളിൽ കൂടി നോക്കിയല്ലേ. ഇപ്പം രണ്ടാക്കും പിരാന്താണ്. ദൈവട്ട ഈ വരിയൊക്കെ നിലയും അറിവും അതൊക്കെയും ഉള്ളോരേ നിലയും അറിവും പാറിച്ചു കളഞ്ഞോവർ. എന്താ നിങ്ങൾക്ക് ലുൽമിൻ്റെ അങ്ങേ അറ്റല് ഇതൊക്കെ പഠിച്ച് ഓതി പണ്ടത്തെ കാലത്തൊക്കെ കിതാബ് ഓതി ഉണ്ടാക്കാൻ എന്തോ ഒരു ഇടങ്ങാറുള്ള സംഗതിയാണ്. അങ്ങനെ ചൊറിഞ്ഞും മാന്തിയും പഠിച്ച് ഇൽമും അറിവൊക്കെ ഉണ്ടായി വലിയ ആളായവൻ്റെ ഇൽമും അറിവൊക്കെ നുള്ളി പറിച്ചിട്ടിട്ട് പോടാവുന്നതാണ്. നിലയേറെ കാട്ടി നടന്നോരു ശൈഖീനെ നിലത്തിൻ്റെ താഴെ നടത്തിച്ചു വെച്ചോവർ. വലിയ ഷെയ്ഖാ, ഷെയ്ഖുൽ മശായിഖ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹലാക്കിൻ്റെ ഒരു ഷെയ്ഖ് ഭയങ്കര നിലയിൽ ഇങ്ങനെ അടയ്ക്കുന്നു. അപ്പോൾ മൂപ്പർക്ക് തോന്നിക്കാണുന്ന നമ്മളെക്കാളും വലിയ ഷെയ്ഖോ? അത് പറ്റൂല. അവനെന്ത് ചെയ്തു? നിലത്തു കൂടി നടത്തിയെന്നു അല്ല, നിലത്തിൻ്റെയും താഴത്തു കൂടി അണ്ടർഗ്രൗണ്ട് കൂടിയാണ്. അല്ലാണ്ട് പണ്ടാട്ടോ പിന്നെ പറയാം. നിലത്തിൻ്റെ താഴെ നടത്തിച്ചു വിട്ടോ അവർന്നാ പറഞ്ഞു. പാട്ടങ്ങനെ പോവാണ്. ആലോചിച്ച് നോക്കുങ്ങൾ. എന്നിട്ട് ഇത് മദ്ഹായിട്ട് കണക്കാക്കുന്നു. ഷെയ്ഖ് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുന്നതിൽ പാച്ച മലയാളത്തിൽ പറയുമ്പോഴും യാതൊരു പേടിയില്ല. എന്തിനൊരു മഹാത്മാവിനെ കുറിച്ച് ഈ കള്ളം ഞങ്ങൾ പാടണം? അത് കളവാണെന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും സമൂഹത്തിന് നഷ്ടപ്പെട്ടു. പിന്നെ എങ്ങനെ നമ്മളും സത്യവും തമ്മിലുള്ള ബന്ധം എന്താണ്? അതിലും വലിയ വെടിയാണ് അവർ സ്വന്ന വെയ്ത്തിൽ. പേര് കേട്ടാൽ തന്നെ അറിയാം ഏതോ ഒരു തമിഴ് സഹോദരൻ്റെ സൃഷ്ടിയാണ്. അല്ലെങ്കിൽ മൂപ്പര് ചൊല്ലിയ വെയ്ത്ത് എന്നാണ് പറയേണ്ടത്. അതിന് പകരം അവർ സ്വന്ന വെയ്ത്ത് എന്നാണ് പറഞ്ഞത്. മൂപ്പരാണ് സ്വന്നത്. എന്ത്? അനാ കുന്തു മാ നൂഹിൻ ബിഅലാ സഫീനത്തിൻ ബിഹാറൻ വതൂഫാനൻ അലാ കഫി ഖുദ്റതി. ആരായിരുന്നു? നൂഹ് നബിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. മുയ്യദ്ദീൻ ശേഖ് നബിയല്ല, ഞാനായിരുന്നു നൂഹ് നബിയുടെ കൂടെ ഉണ്ടായിരുന്നത്. കപ്പൽ എൻ്റെ കുതിരത്താകുന്ന കഫിലാണ് അങ്ങനെ കൊണ്ടു നടന്നത്. എൻ്റെ കയ്യിലാണ് ആ കപ്പലുണ്ടായിരുന്നത്. ഞാൻ അതിനെ താങ്ങിക്കൊണ്ടിരുന്നത്. പഠിച്ചോൻ പറഞ്ഞു അമല്ലാഹു അലാ ദാതി അൽവാഹിൻ വദുസുർ. അണികളും പലകകളും കൊണ്ടുണ്ടാക്കിയ കപ്പലിൽ നാമാണ് അവരെ വഹിച്ചു കൊണ്ട് നടന്നത് എന്നാ പടച്ചോന്റെ വാക്കിന് നേരെ എതിര്. എന്നിട്ട് പറയാന്താണ് ഇതും ശരി അതും ശരി.
ഇത് ശരിയല്ല അതാണ് ശരി എന്ന് പറഞ്ഞാൽ ഇത് ശരിയല്ലെങ്കിൽ അതും ശരിയല്ല എന്നേ പറയുള്ളൂ. അങ്ങനെ പറയല്. ഇത് ശരിയല്ലെങ്കിൽ അതും ശരിയല്ല എന്നുവെച്ചാൽ ഖുർആനാണ് കള്ളം എന്ന് വരുത്തി തീർക്കുന്നതിലാണ് താല്പര്യം. പ്രിയ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ആ വിശ്വാസരംഗത്ത് പോലും കളവിൻ്റെ അതിപ്രസരം. സാമൂഹ്യ രംഗത്തേക്ക് വന്നാൽ എടുത്തു പറയേണ്ട ഒരു സംഗതി കച്ചവട രംഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യസന്ധരായ കച്ചവടക്കാരെ അങ്ങേയറ്റം പുകഴ്ത്തിയിട്ടുണ്ട്. അത്താജിറു സ്വദൂഖുൽ അമീൻ മഅൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാ. അങ്ങേയറ്റത്തെ സത്യസന്ധതയും വിശ്വസ്തതയും പാലിക്കുന്ന കച്ചവടക്കാരൻ മഅൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാ, പ്രവാചക പുങ്കവന്മാരോടൊപ്പം സത്യസന്ധരായ സദ്വൃത്തരായ ആളുകളോടൊപ്പം ദീനിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച രക്തസാക്ഷികളോടൊപ്പമായിരിക്കും സ്വർഗത്തിൽ എന്ന് പറഞ്ഞ് അവർ ചെയ്യുന്ന സേവനത്തെ പുകഴ്ത്തിയിട്ടുണ്ട്. ആളുകൾക്ക് എല്ലാ സാധനവും എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അത് കിട്ടാനുള്ള ഒരു മാർഗം ഒരു കച്ചവടക്കാരൻ ചെയ്യുന്നു, അതിനൊരു ന്യായമായ ലാഭമെടുക്കുന്നു. അതൊരു ബർക്കത്തുള്ള സംഗതിയാണ് സത്യസന്ധമായിട്ട് ചെയ്യുന്നിടത്തോളം കാലം. അതിലാണ് ബർക്കത്തുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. അൽ ബയ്യാനി, രണ്ട് കച്ചവടം ചെയ്ത ആളുകൾ, ബിൽ ഖിയാർ മാലം യതഫറഖ, കച്ചവടം ചെയ്ത് മുറിയുന്നതിൻ്റെ ഇടക്ക് പിരിയുന്നതിൻ്റെ ഇടക്ക് ഒരാൾക്ക് ആ കച്ചവടം ദുർബലപ്പെടുത്താൻ, അല്ലെ ഇപ്പോൾ വേണ്ട ഞാൻ പിന്നെ വാങ്ങിച്ചു കൊള്ളാം എന്ന് പറയാനോ, അല്ലെങ്കിൽ എനിക്കതിൻ്റെ ആവശ്യം ഇപ്പോഴില്ല ഞാൻ ഈ കച്ചവടത്തിൽ നിന്ന് ഒഴിവായിരിക്കുന്നു എന്ന് പറയാനോ അപ്പോൾ തന്നെ അവകാശമുണ്ട്. സാധനം മേടിച്ചുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ടല്ല നടത്താം. ഫൈൻ സ്വദഖാ വബയ്യനാ ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ, ആ കച്ചവടം ചെയ്യുന്ന വിഷയത്തിൽ സത്യസന്ധത പാലിക്കുകയും അതിൻ്റെ വല്ല ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ ഡിഫക്റ്റുകൾ വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ, ബർക്കത്ത് എന്ന് പറഞ്ഞ് പടച്ചോൻ തരുന്നതാണ്. അള്ളാഹു അവരുടെ ആ ഇടപാടിൽ ബർക്കത്ത് നൽകും. വഇൻ കതമ, എന്നാൽ മറച്ചു വെക്കുകയും വകദബ, കളവ് പറയുകയും ചെയ്താലോ മുഹഖത്ത് ബർക്കത്തു ബൈഇഹിമാ, അവരുടെ കച്ചവടത്തിലെ ബർക്കത്ത് തന്നെ മായ്ച്ചു കളയപ്പെടും, ബർക്കത്തില്ലാണ്ടാവും. നമ്മൾ കച്ചവടത്തിന് ബർക്കത്തിട്ടാൻ വേണ്ടി എല്ലാവിധ വേണ്ടാത്തരും ഒപ്പിച്ചു വെച്ചിട്ട് അവസാനം ഉണ്ടാവും ആ ക്യാഷ് കൗണ്ടറിൻ്റെ മുമ്പിൽ ചില്ലിലാക്കിയൊരു സാധനം വെച്ചിട്ട് അത് എവിടുന്നോ ഊതിച്ചോ ചെയ്യിച്ചോ കെട്ടിച്ചോ ഒക്കെ കൊണ്ടുവന്ന് വെച്ച് തകിടാക്കി വെച്ച സാധനമായിരിക്കും. ബർക്കത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വേലത്തരങ്ങളാണത്. അങ്ങനെയല്ല. ബർക്കത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടുന്ന സംഗതിയാണ്, ദൈവികമാണത്. അനുഗ്രഹ വിധാതാവ് പടച്ച തമ്പുരാനാണ്. ആ പടച്ചോനാണ് അനുഗ്രഹം തരേണ്ടത്. അവിടെ സത്യസന്ധത പാലിക്കണം. മദീന ചന്തയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നു. ഒരാളുണ്ട് ഗോതമ്പത്തിന്റെ കൂമ്പാരേറ്റ് ഇങ്ങനെ ഇരിക്കണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂമ്പാരത്തിലൊന്നാണ് കൈയിട്ട് നോക്കി. നോക്കുമ്പോൾ നല്ല നനഞ്ഞ ഗോതമ്പാ ഉള്ളിൽ, പുറത്തേക്ക് നല്ല സുന്ദരൻ ഗോതമ്പ് ഇങ്ങനെ വെച്ചിരിക്കുക. നമുക്കിന്ന് ഇതൊരു പുതുമുള്ള സംഗതിയല്ല. കാരണം ഏത് സാധനം എടുക്കുമ്പോഴും നമുക്കറിയാം പുറത്തേക്കുള്ള ഭംഗി എന്തായാലും ഉള്ളിലേക്ക് ഉണ്ടാവില്ല. ഏത് സാധനം നല്ല മുന്തിയത് ഇങ്ങനെ 4 മേലെ ഉണ്ടാവും, ചെയ്യാത്ത മത്തി മേലെ വെച്ചിട്ടാണ് പെട്ടക്കണ്ണ മത്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പഠിപ്പിക്കലേ അവിടെ വന്നിട്ട്. ഒരു 4 ഉള്ളിലേക്ക് പോയാലും അറിയാം മത്തിൻ്റെ കോലം. ഇനി ഒന്നും ആ മത്തിനെ പറ്റി ഒരു മധുവും പറയാൻ ബാക്കി ഉണ്ടാവില്ല. ചീഞ്ഞ സാധനമായിരിക്കും ആ കൊടുക്കണത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. ഇയാൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ഈ സ്വഹാബി ആ ഉണങ്ങിയ ഗോതമ്പ് മേലെ വെച്ചു, നനഞ്ഞത് അടിയിലും വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈയിട്ട് നോക്കിയപ്പോൾ എന്താ അതിൻ്റെ ഉള്ളിലൊരു നനവ് എന്ന് വെച്ചു. അല്ല, അത് ഒരു ലേശം ഇന്നലെ മഴ പെയ്തിരുന്നു, അപ്പം നനഞ്ഞു പോയതാണ്, അതുകൊണ്ട് അങ്ങനെ വെച്ചാണ്. നബി പറഞ്ഞു ഇന്നലെ ആ നനഞ്ഞതെടുത്ത് പുറത്തേക്ക് വെച്ചൂടെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്ക ഒരു വിളിയാ, യാ മാഷ തുജാർ, ഇവിടെ കച്ചവടം നടത്തുന്ന ആളുകളെ ഒന്ന് ശ്രദ്ധിക്കൂ. ഫറഫഉ റൂസഹും, അവരെല്ലാവരും അവരുടെ തല ഉയർത്തി വിളിച്ച പ്രവാചക പുങ്കവനിലേക്ക് ശ്രദ്ധിച്ചു. ഫഖാൽ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പ്രഖ്യാപിച്ചു, ഇന്നത്തുജാറ യുബഅസുന യൗമൽ ഖിയാമത്തി ഫുജ്ജാറ. ഈ കച്ചവടക്കാരൊക്കെ അധർമ്മകാരികളായി നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടും. ഇല്ലാ മനിത്തഖാ വബറ വസദഖ. തന്റെ കച്ചവടത്തിൽ സൂക്ഷ്മത പാലിക്കുകയും നന്മ കാണിക്കുകയും സത്യസന്ധത പാലിക്കുകയും ചെയ്തവർ ഒഴിച്ച് എന്ന്. ഇന്നിപ്പോ എങ്ങനെ ഇതൊക്കെ പ്രയോഗവൽക്കരിക്കുമെന്നാ നമ്മൾ ചിന്തിക്കുക. ഏതോ ഒരു പണ്ഡിതൻ മരക്കച്ചവടം ചെയ്ത കഥയും നമ്മളെടുത്തുണ്ട്. മൂപ്പർക്കറിയാം അയബ് മറച്ചേക്കാൻ പാടില്ല എന്ന്. മൂപ്പര് മരക്കച്ചവടമാണ് ചെയ്തത്. അപ്പൊ കച്ചവടക്കാരിങ്ങനെ വരുമ്പോ തന്നെ മൂപ്പര് ആദ്യം അയബ കാണിച്ചു കൊടുക്കുക. ഇന്ന് നടക്കൂല, അന്നും നടന്നിട്ടില്ല. അതോടുകൂടി കച്ചവടം പൊളിഞ്ഞു. ആര് കച്ചവടത്തിന് വന്നാലും മൂപ്പര് പറയാ കാണിച്ച ഇവിടെ ഒരു പൊട്ടുണ്ട്, ഇവിടെ ഒരു ചെറിയ കുയ്യുണ്ട്, മരം മറിച്ചിട്ടിട്ട് പറയും ഇവിടെ ഒരു ചെറിയ വിള്ളലും ഉണ്ട്. അപ്പോ ഈ വരുന്നാൻ വിചാരിച്ചു ഈ വിള്ളലും കുജ്ജും തെരഞ്ഞിട്ടല്ല ഞാൻ വന്നത്, ഞാൻ മരം എടുക്കാനാണ് വന്നത്. അപ്പുറത്തേക്കാണ് പോവും. ചുരുക്കി പറഞ്ഞാൽ അയാളെ മരക്കച്ചവടം വമ്പം പരാജയമായിരുന്നു എന്നാണ് നാട്ടിൽ നടന്ന സംഭവമാണ്. അപ്പോ എന്ത് പരാജയപ്പെട്ട കച്ചവടം നടത്തുമ്പോൾ ഇന്ന ആള് മരക്കച്ചവടം നടത്തിയ മാതിരി എന്നാണ് ഒരു ചൊല്ലന്നെ. എന്നാൽ പൂർവികന്മാരുടെ ചരിത്രം കേൾക്കണോ നിങ്ങൾക്ക്? ഇബ്നു സീരീൻ റഹ്മഹുല്ല അദ്ദേഹം ഒരു ആടിനെ വിൽക്കുകയാണ്. ആടിനെ വാങ്ങിക്കാൻ വന്ന ആളിനോട് അദ്ദേഹം പറഞ്ഞു, ഇതാ ആട് ഇത്ര ഗ്ലാസ് പാല് കിട്ടും, പക്ഷെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ എൻ്റെ ആടിന്. അത് കറക്കുന്ന ആളെ അതുപോലെ തന്നെ അതിന് തീറ്റ കൊടുക്കുന്ന ആളെ ഇടയ്ക്ക് എന്ത് ചെയ്യും, ഒന്ന് കിക്ക് ചെയ്യും. ഇടയ്ക്കൊരു ചവിട്ടണ സ്വഭാവമുണ്ട്. മറച്ചു വെച്ചില്ല അദ്ദേഹം. എൻ്റെ ആടിന് ഇങ്ങനത്തെ ഒരു ഡിഫക്റ്റ് ഉണ്ട് എന്ന സംഗതി അദ്ദേഹം തുറന്നു പറഞ്ഞു. നമ്മളാണെങ്കിൽ എന്താ പറയാ, ചവിട്ടെന്ന് പറയും. നമ്മളെ എന്താ നല്ല ഫുട്ബോൾ പ്ലെയർ അല്ലേ നമ്മളെ ആട് എന്ന കോലത്തിൽ നമ്മൾ വരുത്തി തീർക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പറയേണ്ട കോലത്തിലാവില്ല അതൊക്കെ പറഞ്ഞു ഒപ്പിക്കുക. എന്നാ പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ പറയുകയും ചെയ്യും. കല്യാണം കഴിക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. എത്ര ആൾക്കാർ പെടാറുണ്ട്. സത്യസന്ധമായിട്ട് നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ പറയേണ്ട സമയത്ത് അത് പറയില്ല. അപ്പൊ വരനായിരുന്നാലും വധുവായിരുന്നാലും അവിടെ നമ്മൾ വെളിവാക്കേണ്ട സംഗതികൾ വെളിവാക്കണം. എന്നിട്ട് അവർ ഇഷ്ടമുണ്ടെങ്കിൽ കഴിച്ചോട്ടെ. ഇല്ലെങ്കിൽ ഈ കുട്ടിക്ക് ചോദിച്ചൊരു പുതിയാപ്പിള പടച്ചോ കണക്കാക്കിയിട്ടുണ്ട്, അത് വരും. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം. അല്ലാതെ ചതിയുടെയും വഞ്ചനയുടേതുമല്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വസ്ത്രവ്യാപാരം നടത്തുന്നു. അദ്ദേഹം പള്ളിയിൽ നിസ്കരിക്കാൻ പോയപ്പോ അദ്ദേഹം അവിടെയുള്ള പാർട്ട്ണറോട് പറഞ്ഞിരുന്നു, ഇന്ന വസ്ത്രങ്ങൾ വിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിന് ഇന്ന ഡിഫക്റ്റുകളുണ്ട്, അതിന് ഇത്ര വില മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ എന്ന്. ഏതോ ഒരു ഗ്രാമീണനായ മനുഷ്യൻ വന്നിട്ട് ഈ വസ്ത്രത്തിൻ്റെ കെട്ട്, ഈ ഫ്രോക്കിൻ്റെ ഒരു കെട്ടെടുത്തിട്ട് പോകുമ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, ഇത് എവിടുന്നേ നിങ്ങൾ വാങ്ങിച്ചു? ഇന്ന കടയിൽ നിന്നാണ്. എത്ര രൂപക്കാണ് തന്നത്? ഇത് ഇത്ര രൂപക്കാണ്. എന്നാൽ അതിൻ്റെ വില അതല്ല, അത്ര വില ഇല്ല അതിന്, നിങ്ങൾ എൻ്റെ കൂടെ വരൂ. അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഞാൻ സംതൃപ്തനാണ്. എൻ്റെ നാട്ടിൽ ഇതിനേക്കാൾ എത്രയോ ദിർഹം കൊടുക്കണം, ഇത് നമുക്ക് കിട്ടിപ്പോയതാന്നുള്ളിടത്താണ് ഇത് വാങ്ങിയ ആള്, എന്നാ ഈ പൊയ്ക്കോന്നല്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വീട്ടിലെ വരിന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആ എടുത്തെടുത്ത ആളെ ചീത്ത പറഞ്ഞു, പാർട്ട്ണറെ പറഞ്ഞു, നിങ്ങൾ ചെയ്ത് ശരിയായില്ലേ, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചിരുന്നല്ലോ. അദ്ദേഹം ആ പാർട്ട്ണർഷിപ്പ് അതുമൂലം ഒഴിവാക്കിയതാണ്. എന്തുമാത്രം വലിയ സത്യസന്ധതയായിരുന്നു പൂർവികര് കച്ചവട രംഗത്ത് കാണിച്ചത്. ഇന്ന് പലപ്പോഴും കച്ചവട രംഗമാണ് ഏറ്റവും വലിയ തിന്മയുടെ ഒരു മേഖലയായി മാറിയിരിക്കുന്നത്. ഇനി വ്യവഹാര രംഗങ്ങളിലും ഇങ്ങനെ തന്നെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്ബറുൽ ഖബായിറായി പറഞ്ഞത് എന്താണ്? കള്ളം പറയുക, കള്ളസാക്ഷ്യം വഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിർ, ഏറ്റവും വലിയ ഒരു മഹാപാപത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, അതെ പറഞ്ഞാലും തിരുദൂതരെ എന്നവർ മറുപടി പറഞ്ഞപ്പോ
ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കൽ, വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ എടങ്ങാറാക്കല്. വളരെ ശ്രദ്ധിക്കുക. അക്ബറുൽ കബായിറായിട്ട് പ്രവാചകൻ മഹാപാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണി. വഖത്ലുൻ നഫ്സ്, മേധം, മനുഷ്യരെ അന്യായമായി വധിക്കുക, കൊല്ലുക. ഇത്രയും പറഞ്ഞിട്ട് വകാന മുത്തക്കിഅൻ, ചാരിയിരുന്ന നബി ഫജലസ, നേരെ കണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു വഖാൽ അലാ ഖൗലുസ്സൂർ വ ഷഹാദത്തുസ്സൂർ, മനസ്സിലാക്കണം, ഖൗലുസ്സൂർ വ ഷഹാദത്തുസ്സൂർ, കള്ളം പറയലും കള്ളസാക്ഷ്യം വഹിക്കലും. അത് 3 പ്രാവശ്യം ആവർത്തിച്ചു. ഫമാസാല യുറദ്ദിദുഹ, 3 പ്രാവശ്യമല്ല, വീണ്ടും വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഹത്താ ഖുൽനാ ലൈതഹു സകത്, കേട്ടുനിന്ന സഹാബികൾ പറഞ്ഞുപോയി, ഓ പ്രവാചകൻ ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ എന്ന്. അത്രമാത്രം ഗൗരവതരമായിട്ടാണ് കള്ളസാക്ഷ്യത്തിന്റെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കോടതിയിൽ കയറുമ്പോൾ തന്നെ കളവ് പറയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ കയറുന്നത്. അവിടെ പറയേണ്ട എല്ലാ കളവും ഒരു ഹർഫും വിടാതെ ആര് പഠിപ്പിച്ചിട്ടുണ്ടാവും? വക്കീൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. ആ പഠിപ്പിച്ചു കൊടുക്കണ ആ കള്ളത്തരത്തിനനുസരിച്ചാണ് വക്കീലിന്റെ ഫീസും വക്കീലിന്റെ പേരും വക്കീലിന്റെ കഴിവും. ഏത് ചെയ്യാത്ത കാര്യവും ചെയ്തു എന്ന് വേർതിരിക്കുന്നിടത്ത് അയാൾക്ക് കളവ് പറയാനുള്ള അയാളുടെ കഴിവ്, അതിനനുസരിച്ച് അയാൾ ഹാജരാക്കുന്ന രേഖകള്, തെളിവുകള്, സമർത്ഥനങ്ങള്, ഇതാണ്. അത് കോടതിയിലല്ലേ. നാം മതരംഗം മുക്തമാണോ? അല്ല. തേടി പിടിച്ചു കൊണ്ടിരുന്ന ഹദീസ് പലപ്പോഴും ഹദീസ് എന്ന് പറയാൻ പറ്റാത്തതാവും. ആ സൈസ് സാധനങ്ങൾ പറഞ്ഞിട്ട് ജനങ്ങളെങ്ങനെ ഇമ്പാച്ചി കാണിച്ചിട്ട് മുതൽ കിട്ടിപ്പോയി എന്നുള്ള നിലക്ക് ഏതിനു വരെ? അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യാം എന്നതിന് വരെ തെളിവ് കാണിക്കുന്നു. അപ്പോ സർവത്ര മായം, സർവത്ര കളവ്, സത്യത്തിൽ നിന്ന് ബഹുദൂരം അകന്നു നിൽക്കുന്ന ഒരവസ്ഥ. സാഹിത്യരംഗവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. മിമിക്രി എന്ന് പറയുന്ന കല തന്നെയും കളവ് പറഞ്ഞിട്ട് ജനങ്ങളെ ചിരിപ്പിക്കല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുവല്ലോ, വൈലുൽ ലില്ലദീ യുഹദ്ദിസു ബിൽ ഹദീസ് ലിയുദ്ഹിക ബിൽ ഖൗം ഫയക്ദിബ്, കളവ് പറയുക ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി. വൈലുല്ലഹു വൈലുല്ലഹു, അവനാണ് നാശം. ഏറ്റവും വലിയ കളവ് വളരെ സുന്ദരമായി അവതരിപ്പിച്ചിട്ട് അത് ഒരു കലാരൂപമാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോ കലയുടെയും സാഹിത്യത്തിന്റെയും രംഗവും ഇതിൽ നിന്ന് മുക്തമല്ല. ചുരുക്കത്തിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഇന്ന് ബാത്തിലുമായിട്ടാണ് ബന്ധപ്പെട്ടു കിടക്കുന്നത്. നാം സത്യവിശ്വാസികളാണ്, നമുക്ക് സത്യവുമായിട്ടാണ് ബന്ധമുണ്ടാകേണ്ടത്. ഏത് സന്ദർഭത്തിലാണെങ്കിൽ പോലും ആ സത്യത്തെ മുറുകെ പിടിച്ച് ജീവിക്കാൻ, സത്യത്തോട് അങ്ങേയറ്റത്തെ ബന്ധം പുലർത്താൻ സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സത്യം മുറുകെ പിടിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. അതിൽ നിന്നും ഭിന്നമായി നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ, കളവുകൾ ഗഫൂറും റഹീമുമായ തമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ പരലോകത്ത് ശുഹദാക്കളോടൊന്നിച്ച് സത്യസന്ധരായ സദ്വൃത്തരായ ആളുകളോടൊന്നിച്ച് പ്രവാചകന്മാരോടൊന്നിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്നാ ഇത്തിബാഅഹ് വഅരിനൽ ബാതില ബാതിലൻ വർസുഖ്നാ ഇജ്തിനാബഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിഅൻവാഇ റഹ്മതിക് യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.